സ്പെയിൻ ജയിച്ചതോടുകൂടി നമ്മളെ കാത്തിരിക്കുന്നത് ഈ ലോകകപ്പിലെ തന്നെ ഏറ്റവും മികച്ച പോരാട്ടങ്ങളിലൊന്നാണ് ഫ്രാൻസ് വേഴ്സസ് സ്പെയിൻ ആദ്യ സെമി ഫൈനൽ. ഫഹീം, ലമീൻ യമാൽ വേഴ്സസ് കിലിയൻ എംബാപ്പെ. അതൊരു തീപ്പാറുന്ന പോരാട്ടമാണ്, ഒരു സംശയവും വേണ്ട. കാരണം തീപ്പാറെന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ നമ്മളെല്ലാം ശരിക്കും പറഞ്ഞാൽ ഫൈനൽ തന്നെയാണ് നടക്കുന്നത്. സെമി ഫൈനൽ എന്ന് പറഞ്ഞ് അതിനെ ചുരുക്കാൻ കഴിയില്ല. ഇന്ന് ഇപ്പോൾ ഈ ലോകകപ്പിൽ ഏറ്റവും ഗംഭീര പെർഫോമൻസ് നടത്തിയിട്ടുള്ള രണ്ട് ടീമുകൾ എന്ന് പറയാവുന്നത് ഇനി രണ്ട് സെമി ഫൈനലുകൾ, രണ്ട് ക്വാർട്ടർ ഫൈനലുകൾ നടക്കാനുണ്ട്. എങ്കിൽ പോലും നമ്മൾ പറയുന്നത് ഇവർ തന്നെയാണ്. കാരണം ഇതുവരെയുള്ള പെർഫോമൻസ് എടുത്ത് പരിശോധിച്ച് നോക്കി അവർ തന്നെയാണ്. അതിൽ ലമീൻ യമാലും പിന്നെ നമ്മുടെ എംബാപ്പയും. യമാലിനെ സംബന്ധിച്ചിടത്തോളം ഗോൾ സ്കോറർ അല്ല എന്നുള്ളത് മാത്രം മാറ്റി നിർത്തിയാൽ അദ്ദേഹം ടീമിന് വേണ്ടി എടുത്തിട്ടുള്ള എഫേർട്ടും ആ ടീമിനെ ഇതുവരെ എത്തിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്കും ഒഴിച്ചുകൂടാനാവാത്തതാണ്. എംബാപ്പെ ആകട്ടെ അടിച്ച് കയറി മുന്നേറുകയാണ്. മിസ്റ്റർ വേൾഡ് കപ്പ് എന്താകും, ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നൊന്നും അറിയില്ല. അദ്ദേഹം ഇപ്പോൾ തന്നെ ഗോൾഡൻ ബൂട്ടിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഇനി പിന്നെ ഏതായാലും മത്സരം ഒരു കണക്കിൽ നമുക്ക് ഒരു ടീം പുറത്തു പോകേണ്ടി വരുള്ളൂ എന്നോർത്തൊരു സങ്കടമുണ്ട്. അത് സ്വാഭാവികമായിട്ടും പിന്നെ ഒരു ടീം പോകേണ്ടി വരും. മാത്രമല്ല അപ്പുറ സൈഡിലും അർജന്റീനയും ഇംഗ്ലണ്ടും ഉണ്ട്. ഫൈനൽ വന്നാൽ മതിയായിരുന്നല്ലേ, അങ്ങനെ ഒരു ആഗ്രഹം പലരും പ്രകടിപ്പിക്കുന്നു. പലരും ഇപ്പൊ നമുക്ക് ഫിനാലിസ്മൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു, അത് കാണാൻ കഴിഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് സ്പെയിൻ അർജന്റീന ഫൈനൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും. ഹരി ആർക്കാണ് ശരിക്കും ഒരു മുൻതൂക്കം? ഞാൻ ഫ്രാൻസിനാണ്. സ്പെയിനിന്റെ മത്സരമൊക്കെ നല്ല ഗംഭീര മത്സരമാണ്. പക്ഷേ എംബാപ്പെ നയിക്കുന്ന ഫ്രാൻസിന്റെ ഒരു മുന്നേറ്റ നിര എനിക്കറിയില്ല അവരെ ആർക്കെങ്കിലും പിടിച്ചു കെട്ടാൻ കഴിയുമോ എന്ന്. അപ്പോൾ അവർക്കൊരു നേരിയ മുൻതൂക്കം ഞാൻ കാണുന്നുണ്ട്. പക്ഷേ പറയാൻ പറ്റില്ല, ഫുട്ബോൾ ആണല്ലോ, എന്തും സംഭവിക്കാം. അപ്പോൾ സ്പെയിനിന്റെ ഡിഫൻസിനെ തകർക്കാൻ കഴിയുമെന്നൊക്കെ തോന്നുന്നു. സ്പെയിനിന്റെ ഡിഫൻസിന് കാര്യമായ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ ഗോൾ പിറക്കുന്ന മിസ്റ്റേക്ക് ആണത്. അത് മാത്രമല്ല, ഈ ഫ്രാൻസിന്റെ മുന്നേറ്റ നിരയെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. അത്ര മനോഹരമായി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. അപ്പം അവരെ തടയാൻ കഴിഞ്ഞാൽ, അവരെ നിശബ്ദമാക്കാൻ കഴിഞ്ഞാൽ സ്പെയിൻ സ്വാഭാവികമായിട്ട് ഫൈനലിലേക്ക് എത്തും. അപ്പം എംബാപ്പയും സംഘത്തെയും എങ്ങനെ സ്പെയിൻ നേരിടുന്നു എന്നുള്ളതായിരിക്കും അവിടെ. തീർച്ചയായിട്ടും സ്പെയിന് പന്ത് കൈവശം വെക്കുന്നതിൽ മിടുക്കന്മാരാണ്. കാരണം അവർ പൊസഷൻ ഗെയിം അവർ തന്നെ ആയിരിക്കണം നാളെയും അവർ കൺട്രോൾ ചെയ്യുക. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു തന്ത്രമായിരിക്കില്ല ഫ്രാൻസും പരീക്ഷിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരുടെ വ്യത്യാസം എന്താ അറിയോ? അപ്പം സ്പെയിൻ അതിമനോഹരമായി കളിക്കുന്നുണ്ട്, പക്ഷേ ഇവർക്ക് ഗോൾ നേടാൻ കഴിയുന്നില്ല. ഫ്രാൻസ് നേരെ തിരിച്ചാണ്, നന്നായി കളിക്കുന്നുണ്ടെങ്കിൽ അവർ അതിന്റെ റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ട്. അവർ ഗോൾ സ്കോർ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇതിനകം 16 എത്ര ഗോളുകൾ? 16 ഗോളുകൾ നേടി ലോകകപ്പിലെ ഏറ്റവും കൂടുതൽ ഗോളുകളുണ്ട്. സ്പെയിൻ 12 ഗോൾ. എനിക്കൊന്നും അതിന് പിന്നിലുള്ളത് അർജന്റീനയാണെന്ന് തോന്നുന്നു, 14 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. സ്പെയിനിന് കാര്യമായിട്ട് പിന്നെ ഗോളുകളൊന്നുമില്ല. എനിക്ക് തോന്നുന്നു സൗദി അറേബ്യക്കെതിരെ 4 ഗോളിന്റെ ബാക്കി എല്ലാം ഈ ഒരു ഗോൾ മാർജിനിലാണ്. പിന്നെ അവർ ഗോൾ വഴങ്ങുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും ജയിച്ചു പോകുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഒരു ക്ലാസിക് പോരാട്ടം നമുക്ക് സെമി ഫൈനലിൽ കാണാം. ഫ്രാൻസ് വേഴ്സസ് സ്പെയിൻ. ആരായിരിക്കും ഫൈനലിലേക്ക് എത്തുക? ഒരുപക്ഷെ ഫ്രാൻസിന് ഫൈനലിലേക്ക് എത്താൻ കഴിഞ്ഞാൽ തുടർച്ചയായ 3 ലോകകപ്പിൽ ഫൈനൽ കളിക്കാൻ പോവുകയാണ് ദിദിർ ദശാംസിന്റെ കീഴിൽ. അതൊരു ചരിത്രമായി മാറുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല.